നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ ധ്യാനയോഗമെന്ന 6-ാമത്തെ അധ്യായത്തിലെ 13-14 ശ്ലോകങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷക, ശ്ലോകങ്ങൾ ശ്രദ്ധിക്കുക. സമം കായ ശിരോഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭീഹി ബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ മനഃ സംയമ്യ മച്ചിത്തോ യുക്ത ആസീത മത്പരഃ. ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. സമം കായ ശിരോഗ്രീവം ധാരയൻ അചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശഃ ച അനവലോകയൻ പ്രശാന്താത്മാ വിഗതഭീഹി ബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ മനഃ സംയമ്യ മച്ചിത്തഃ യുക്ത ആസീത മത്പരഃ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. കായ ശിരോഗ്രീവം സമം അചലൻ ധാരയൻ സ്ഥിരഃ സ്വം നാസികാഗ്രം സംപ്രേക്ഷ്യ ദിശഃ ച അനവലോകയൻ പ്രശാന്താത്മാ വിഗതഭീഹി ബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ മനഃ സംയമ്യ മച്ചിത്തഃ മത്പരഃ യുക്ത ആസീത. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഉടലും തലയും കഴുത്തും ഇളകാതെ നേരെ നിർത്തി അനങ്ങാതെ ഉറച്ച് ഇരുന്ന് മൂക്കിൻ്റെ അറ്റത്ത് നോട്ടമുറപ്പിച്ച് മറ്റെങ്ങും നോക്കാതെ ശ്രദ്ധിക്കാതെ മനസ്സിനെ അടക്കിക്കൊണ്ട് ഒന്നിലും ഭയമില്ലാതെ ബ്രഹ്മചര്യത്തിൽ നിഷ്ഠയോടെ തന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് താൻ തന്നെയാണ് പരമഗതിയെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഏകാഗ്രചിത്തനായി മനസ്സമാധാനത്തോടുകൂടി ഇരിക്കണം. ഇതാകുന്നു പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.